സർഗം സ്പീഡ് ഓഡിയോസ് അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു നോക്കി നിക്കടി ചങ്കടം ചൊല്ലടി. ടിപ്പെട്ടി നമുക്കൊന്ന് ഓൺ ചെയ്യാം. മുഖ്യമന്ത്രിയോട് ചോദിക്കാം. ഹലോ 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 മുഖ്യമന്ത്രി അല്ലേ? അതെ, മുഖ്യമന്ത്രി തന്നെ. എങ്ങനെ മനസ്സിലായി? മുക്കണ കേട്ടപ്പോ മനസ്സിലായി. എവിടെന്നാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അതല്ലടോ ചോദിച്ചത്, ഞാൻ എവിടെന്നാ വിളിക്കുന്നെന്ന്. വീട്ടിൽ ഇപ്പൊ വന്ന് കേറിയോള്ളേ? എടോ, പാതിരാത്രി ആണോടോ വീട്ടിൽ വന്ന് കേറുന്നത്? എപ്പോഴും വരുമ്പോ രാത്രിയാകും. ഓ, അദ്വാനിയാണല്ലേ? അദ്വാനിയല്ല, അബ്ദുറഹ്മാൻ, മലപ്പുറത്തുള്ള അബ്ദുറഹ്മാൻ. ഓ, അബ്ദുറഹ്മാൻ. ഓ, നമ്മന്റെ ആളാ. മലപ്പുറത്തൊക്കെ നല്ല മഴയുണ്ടോ? ഉണ്ട്. വേണ ഇയാളാരാ? മഴക്കച്ചവടക്കാരനാണെന്നോ? എടോ, എന്താ സാർ? എനിക്കിപ്പോ ബലമായ ഒരു സംശയം. സാർ, ഈ സംശയമുള്ളപ്പോ ബലം പിടിക്കരുത് സാർ, പ്ലീസ്. അതല്ലടോ, ഓൻ പ്രതിപക്ഷക്കാരനാണോ എന്ന് എനിക്കൊരു സംശയം. ഓ, എന്താ അബ്ദുറഹ്മാനെ ചോദിക്കാനുള്ളത്? വന്ന് കേറിയപ്പോ തന്നെ TV ഒന്ന് ഓൺ ചെയ്ത് നോക്കിയേ. ഓ, അപ്പോഴാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കാന്ന് അതീ കണ്ടത്. എന്നാ ചോദിക്കാന്ന് കരുതി. എന്നാ ചോദിക്ക്. ഞാൻ വെക്കട്ടെ? എടോ, ചോദിക്കാന്ന് പറഞ്ഞിട്ട് എന്താണോ അയാളെ ചോദിക്കാറ് വെച്ചു കളഞ്ഞത്? ചോദിച്ചല്ല, എന്തോന്ന് വെക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണല്ലോ അയാൾ വെച്ചത്. ഓൻ ശരിയാവൂല. വെച്ചോ. ഹലോ ഹലോ, ആരുടെ ഫോൺ എടുക്കാൻ കൊടുത്തത്? മുഖ്യമന്ത്രി ആണല്ലോ. എന്റെ തിരുവല്ല കിട്ടി. അതെ, ഞങ്ങള് തേങ്ങാമൂട്ടുകാർക്കാണ്. എന്താ തേങ്ങാമൂട്ടര്? ഞങ്ങൾക്ക് വലിയൊരു പരാതിയുണ്ട്. പരാതി ഉണ്ടല്ലേ? കേക്കട്ടെ. ഞങ്ങളുടെ നാട്ടില് ഇടയ്ക്ക് കറണ്ട് പോവും. നിങ്ങളുടെ നാട്ടിൽ ഇടക്കിടക്ക് കറണ്ട് പോകുമല്ലേ? അതെ, അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കണം. ആട്ടെ, നിങ്ങളുടെ ഇലക്ട്രിസിറ്റി സൂപ്രണ്ട് എഞ്ചിനീയർ ആരാ? അത് നമ്മുടെ ഭട്ടിന്റെ മകൾ കമലാദേവി. അവരുമായി ബന്ധപ്പെട്ടോ? ഞാൻ ഒരിക്കൽ ബന്ധപ്പെടാൻ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധപ്പെട്ടു. എന്നിട്ട് എന്തായി? എന്താകാൻ, സൂപ്രണ്ട് കമലാദേവി പറഞ്ഞു ഇത് ഒരാൾ വിചാരിച്ച നടക്കില്ലെന്ന്. എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരും കൂടി ഒരു ജാഥ നയിച്ച് അവരുമായി ബന്ധപ്പെടും. അതിനേക്കാളും നല്ലതല്ലേ സാറൊന്ന് ബന്ധപ്പെടാൻ കൊടുക്കുന്നത്? നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ബന്ധപ്പെട്ട് നോക്ക്. അവസാനം പറ്റിയില്ലെങ്കിൽ ഞാനൊന്ന് ബന്ധപ്പെടാം. ബന്ധപ്പെടണം, പറ്റിക്കരുത്. പറ്റിക്കില്ലടോ. നിങ്ങളുടെ നാട്ടിൽ ഇടക്കിടക്ക് കറണ്ട് പോകുന്നല്ലേ പ്രശ്നം. ഞാൻ ബന്ധപ്പെട്ട് ഇടക്കിടക്ക് കറണ്ട് വരുത്താം. ഒരുപാട് നന്ദിയുണ്ട്. പന്നിയുടെ കാര്യമൊക്കെ വിടറോ, ആദ്യം കറണ്ടിന്റെ കാര്യം നോക്കാം. പട്ടിക്കോ? പട്ടിയുടെ കാര്യവും പോട്ടടോ. ആദ്യം കറണ്ട്, പിന്നെ പന്നി, അവസാനം പട്ടി. അവസാനം പട്ടിയ. ഹലോ ഹലോ, ഞാൻ നേരത്തെ വിളിച്ച അബ്ദുറഹ്മാൻ തന്നെയാണ്. ഓ, നമ്മന്റെ ആള്. എന്താ അബ്ദുറഹ്മാന്? അതെ, ഈ ബെഡ്റൂമിന്റെ വാതില് തുറയണില്ല. എന്താന്നാ അത് ഈ ബെഡ്റൂമിന്റെ വാതില് തുറയണില്ല. എന്ത് ചെയ്യണോന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കാന്ന്. ചവിട്ടി പൊളിക്കടോ. ലാൽച്ചല. ചില ആളുകളുടെ കുഴപ്പം ഇതാ, എന്ത് കാര്യവും നേതാവിനോട് ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അല്ല, ഒരു വിധത്തിൽ നല്ലതാണ്. സ്നേഹം കൊണ്ടാണേ. ഓന്റെ വീട് ഓൻ പൊളിക്കുന്നതിന് നമ്മളോട് ചോദിക്കണം. ദേവൻ. ഹലോ ഹലോ, മുഖ്യമന്ത്രിയാണോ? ഓ, മുഖ്യമന്ത്രി സാറാണോ? ഞാൻ സാറൊന്നും അല്ലടോ, മുഖ്യമന്ത്രിയാ. തന്റെ സാറെന്നുള്ള വിളി കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി താൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. സോറി സാർ, ഞങ്ങള് യൂത്ത് ഹോസ്റ്റൽ ഇതാണ് സാർ. യൂത്ത് ഫെസ്റ്റിവലോ? യൂത്ത് ഫെസ്റ്റിവൽ അല്ല, യൂത്ത് ഹോസ്റ്റൽ സാർ. ഇവിടെ ഭക്ഷണം വലിയൊരു പ്രശ്നമാണ് സാർ. അതൊന്ന് സാർ എങ്ങനെയെങ്കിലും തീർത്തു തരണം. ഓ, അത് കൊള്ളാം. ഇവിടെ ഓരോരുത്തരും ഭക്ഷണമില്ല എന്ന് പറഞ്ഞു കരയുന്നു. അപ്പോ ഒരുത്തനത് തീർത്തു തരണമെന്ന്. എന്താണോ തന്റെ പേര്? ദിവാകരൻ. ദിവാകരോ, എന്തോ? താൻ ഒരു കാര്യം ചെയ്, ആ ഭക്ഷണമൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഒരാഴ്ച ലീവ് എടുത്ത് അതൊക്കെ തിന്ന് തീർക്കുക. താങ്ക് യു. ഓ, അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ. ഞാൻ മുഖ്യനായ പിന്നെ ഭക്ഷണം എല്ലായിടത്തും എക്സസാ. ഹലോ, മുഖ്യമന്ത്രിയാണോ? അതെ, മുഖ്യമന്ത്രി തന്നെ. ഞാനേ മുഖ്യമന്ത്രിയോടൊരു സങ്കടം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. എടോ, സങ്കടം കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. പറഞ്ഞോ. അതെ, എന്നെ സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാരെല്ലാരും കൂടി തല്ലി. അതൊട്ടും ശരിയായില്ലട്ടാ. ശരിയാവൂല. ശരിയായിട്ട് തല്ലാനൊന്നും അവർക്കറിയില്ല. അതല്ലത്, എന്നെ ആശുപത്രി ജീവനക്കാര് തല്ലിയതിന് പരാതി പറഞ്ഞതാണ്. പരാതിയാണോ? പോലീസിൽ പരാതി കൊടുത്തില്ലേ? കൊടുത്ത്
അപ്പൊ അവരും തല്ലി. അതെന്താ? പരാതി കൊടുത്തത് ആശുപത്രിക്കാരാണ്. ആട്ടെ, എന്തിനാ തന്നെ തല്ലിയത്? ബ്ലഡ് എടുക്കാൻ ചെന്നവര്. എടോ, ആശുപത്രിയിൽ ഇരിക്കണ ബ്ലഡ് എടുക്കാൻ ചെന്നാ പിന്നെ തല്ലൂല്ലേ? അവര് തന്നെ പലരുടെയും ചോര ഞെക്കിപ്പിഴിഞ്ഞു വെച്ചേക്കല്ലേ. അത് താൻ എടുക്കാൻ ചെന്നപ്പോഴോ തന്നെ സമ്മതിക്കണം. അതല്ല സാറേ, ഞാൻ എന്റെ രക്തം പരിശോധിക്കാൻ ചെന്നപ്പോഴാണ് എന്നെ തല്ലിയത്. അതെന്ത് പരിപാടിയാണോ? ഞാനും ചോദിച്ചു അതെന്ത് പരിപാടിയാണെന്ന്. എന്നിട്ടോ? അതെ, രക്തം എടുക്കാൻ വന്നത് ഒരു നേഴ്സാണ്. ആ പെണ്ണ് വന്ന് കൈക്ക് പിടിച്ച് ഞെക്കാനും തടകാനും തുടങ്ങിയപ്പോ ഞാൻ ചോദിച്ചു ഇതെന്ത് പരിപാടിയാണെന്ന്. അപ്പൊ അവര് പറഞ്ഞ് ഇങ്ങനെയാണ് രക്തം പരിശോധിക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് മൂത്രവും കൂടെ പരിശോധിക്കണമെന്ന്. ആന്നേ, അപ്പൊ തന്നെ കുറെ ആശുപത്രി ജീവനക്കാര് വന്ന് എന്നെ തല്ലി ബോധം കെടുത്തി. ഞാൻ വിചാരിച്ച് ബോധം കെടുത്തുന്നത് യൂറിനെടുക്കാനായിരിക്കുമെന്ന്. ബോധം തെളിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴല്ലേ യൂറിൻ മാത്രമല്ല എന്റെ മോഷനും എടുത്ത് എന്റെ വായിലെ 3 പല്ലും എടുത്ത് പരിശോധിച്ച് എന്നിട്ട് അതിന്റെ ബില്ലും തന്നേക്കണ്. അപ്പൊ താൻ ഒരു കാര്യം ചെയ്യ്, ഒരു വരാതി എഴുതി ആശുപത്രി സൂപ്രണ്ടിനും ആരോഗ്യമന്ത്രിക്കും ഒന്ന് എനിക്കും ഒരെണ്ണം തന്റെ കയ്യിലും വയ്ക്കുക. അനുവാദമില്ലാതെ എടുത്ത തന്റെ വായിലെ പലിശ അടക്കം തിരിച്ചു തരാനുള്ള ഏർപ്പാടുണ്ടാക്കാം. ഇത് ധൈര്യമായിട്ട് പോയിക്കോ. ഹലോ ഹലോ, ഇത് ഞാനാണ്. ആരാ? മനസ്സിലായില്ലല്ലോ. നേരത്തെ 2 പ്രാവശ്യം വിളിച്ചില്ലേ അബ്ദുറഹ്മാൻ? ഓ, അബ്ദുറഹ്മാൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഏയ്, ഉറങ്ങണത് എങ്ങനെയാണ്? വീട്ടിൽ അലമാര തുറക്കാൻ പറ്റണില്ലെന്നേ. ഇനി അതും എന്നോട് ചോദിച്ച് മനസ്സിലാക്കണമായിരിക്കും. നമ്മന്റെ ആളാ, എന്ത് ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ടേ മനസ്സിലാകത്തുള്ളൂ. അബ്ദുറഹ്മാന് താക്കോല് കയ്യിലില്ലേ? താക്കോലുണ്ടെങ്കിൽ ഞാൻ എപ്പോഴാ തുറന്നേനെ? അത് നോക്കിട്ട് കാണില്ലെന്നേ. ഓ, വല്ല കുത്തിപ്പാലെടുത്ത് കുത്തി തുറക്കണോ? എടോ, സാധാരണ താക്കോൽ എവിടെയാ വെക്കുന്നത്? അത് നോക്കിട്ട് കാണുന്നില്ല. അലമാരിന് ഉള്ളുണ്ടോന്ന് നോക്ക്. നോക്കട്ടേട്ടാ. ശരിയാണട്ടാ, ഇവിടെ ഉണ്ടട്ടാ. കണ്ടോ, ഇപ്പൊ വെട്ടി പൊളിച്ചേന്. അപ്പൊ ചോദിച്ചത് നന്നായില്ലേ? ഇതുകൊണ്ടാണട്ടാ ഇടക്കിടക്ക് വിളിച്ച് ചോദിക്കണത്. ബുദ്ധിമുട്ടൊന്നും തോന്നരുതേ. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ, അതൊക്കെ ഞാൻ സഹിക്കും. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റുമോ? ശരി, വെക്കട്ടെ. ശരി. ഓ, ഹലോ. ഹലോ ആ, ഹലോ, മുഖ്യമന്ത്രി അല്ലേ? അത് ആരാ സംസാരിക്കുന്നത്? എന്നെ പറഞ്ഞാൽ അറിയും. പറഞ്ഞാൽ എല്ലാവരും അറിയും. പറഞ്ഞാൽ എല്ലാവരും പറയും. പറയാണ്ടിരുന്നാലാണ് അറിയാതിരിക്കുന്നത്. ഞാൻ 2 വർഷം മുമ്പുള്ള ജനപ്രീതിക്കുള്ള അവാർഡിന് കിട്ടിയ ചിത്രത്തിന്റെ നിർമ്മാതാവാണേ. കൂടം ഇപ്പൊ അറിയും. എന്താ, തന്റെ പുതിയ പടത്തിന് അവാർഡ് വേണമായിരിക്കും. പുതിയ പടമൊന്നുമല്ല. പിന്നെ പഴയ പടത്തിന് പിന്നെ അവാർഡ് വേണോ? അയ്യോ, അവാർഡൊന്നും വേണ്ടേ. ആ ചിത്രം ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അതൊന്ന് റിലീസ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു തരണം. അപ്പൊ സംവിധാനവും ചെയ്തിട്ടില്ലേ? അതും ഞാൻ ചെയ്തു തരണോ? താൻ എന്തിനാണോ ഈ അറിയാൻ പാടില്ലാത്തവരെ സിനിമാ സംവിധാനം ചെയ്യാൻ വിളിച്ചത്? അതല്ല, എങ്ങനെയെങ്കിലും അതൊന്ന് കളിപ്പിക്കണം. കളിപ്പീഴ് പരിപാടിക്കൊന്നും ഞങ്ങളെ കിട്ടില്ല. അതിന് നിങ്ങൾ പ്രതിപക്ഷക്കാരെ വിളിച്ചാ മതി. ഈ സിനിമാക്കാരെ കൊണ്ട് ഭയങ്കര ശല്യമായി തീർന്നിരിക്കുക. ഹലോ ഹലോ ഹലോ, മുഖ്യമന്ത്രി അല്ലേ? അതെ, മുഖ്യമന്ത്രി തന്നെ അല്ലേ? മുഖ്യമന്ത്രി തന്നെയല്ല, വേറൊരാളും കൂടെ അടുത്തിരിപ്പുണ്ട്. അതല്ല, എനിക്ക് അത്യാവശ്യപ്പെട്ട ഒരു ഹെലികോപ്റ്റർ വേണമായിരുന്നു. മുഖ്യമന്ത്രി ഇടപെട്ട് എങ്ങനെയെങ്കിലും ഒരു ഹെലികോപ്റ്റർ എനിക്ക് അറേഞ്ച് ചെയ്ത് തരണം. എന്താ, മനസ്സിലായില്ലല്ലോ? ഒരു ഹെലികോപ്റ്ററേ എന്റെ അപ്പനെ കൂട്ടിട്ട് വരാനാണ്. തന്റെ അപ്പൻ ആരാ? പ്രധാനമന്ത്രിയാണോ ഹെലികോപ്റ്ററിൽ വരാൻ? പ്രധാനമന്ത്രി ഒന്നല്ല, പിന്നെ മരപ്പണിക്കാരനാ. ഓ, കാർപ്പന്റർ ആണെങ്കിൽ കാറിൽ വരാൻ പറയടോ. ഹെലികോപ്റ്ററിൽ വരാൻ പറ്റുള്ളൂ. അതെന്താടോ? അപ്പന ആശുപത്രിയിലായിരുന്നേ, ഡിസ്ചാർജ് ചെയ്ത് പുറത്തോട്ട് പോയതാണ്. ഇനി കൂട്ടിട്ട് വരണമെങ്കിൽ ഹെലികോപ്റ്റർ വേണം. അവിടെ എന്താ ആംബുലൻസ് ഒന്നുമില്ലേ? ആംബുലൻസ് കയറ്റാൻ കൊണ്ടുവന്നാണ്. അവിടെ നിന്നല്ലേ കൈവിട്ടു പോയത്. കൈവിട്ടു പോയോ? അപ്പോൾ തനിക്ക് പിടിക്കാമായിരുന്നില്ലേ? ഞാൻ ചാടി പിടിച്ചു, പക്ഷെ മുണ്ടിലാണ് പിടുത്തം കിട്ടിയത്. ഇപ്പോൾ തുണിയിലെന്താണ് പോയേക്കണത്? തന്റെ അപ്പൻ എന്താ ഭ്രാന്താണോ? വലിവായിരുന്നു. ശ്വാസം കിട്ടാണ്ടായപ്പോ ഓക്സിജൻ കൊടുക്കാൻ കൊണ്ടുവന്നാണ് ആശുപത്രിയില്. ഓക്സിജൻ കൊടുത്ത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് കയറ്റാൻ പോയപ്പോഴാണ് കൈവിട്ടു പോയത്. അപ്പോൾ തനിക്ക് പുറകെ ഓടായിരുന്നില്ലേ? ആകാശത്തേക്ക് ഓടാൻ പറ്റൂലല്ലോ. ആകാശത്തേക്കോ? അപ്പൻ മുകളിലേക്കാണ് സാറേ കൈവിട്ടു പോയത്. അതെന്താണോ? ഓക്സിജൻ ആണെന്ന് കരുതി ആശുപത്രി ജീവനക്കാരെ കൊടുത്തത് ഹൈഡ്രജനാണ് സാറേ. ഹൈഡ്രജനോ? ബലൂണിലൊക്കെ നടക്കുന്നതോ? അപ്പൊ തന്റെ അപ്പൻ ഇനി വോട്ട് ചെയ്യാനും വരില്ലേ? അറിയില്ല സാറേ, എന്റെ അപ്പന് മാപ്പ് കൊടുക്കണം. ഇന്ത്യയുടെ വാപ്പോ? ഈ സമയത്ത് കോമഡി പറയില്ല സാറേ. അയ്യോ, അപ്പനിപ്പോ ആകാശത്ത് ഉടുതൂണില്ലാതെ പറന്ന് നടക്കാണ്. കാക്കകളാണെങ്കിൽ വട്ടോട്ട് പറക്കുന്നുണ്ട്. വാൽനക്ഷത്രമാണെന്ന് കരുതി കാക്ക കൊത്തുന്നപ്പോ എന്റെ പേടി. ഈ കാക്കൾക്ക് നാണമില്ല സാറേ. ഇന്ത്യ വിട്ടു പോകുന്നതിന് മുമ്പ് ഒരു ഹെലികോപ്റ്റർ എനിക്ക് വേണം.
പെട്ടെന്ന് പോയതുകൊണ്ട് പാസ്പോർട്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്റെ അപ്പനെ. അതെ, താനൊരു കാര്യം ചെയ്യ്. ഹലോ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ എല്ലാം കട്ടായോ? ടിവിയില് ഹലോ ടിവിയില് സാറേ കേൾക്കാമോ? ഹലോ ഹലോ ടിവിയില് പ്രോഗ്രാം കട്ടായല്ലോ. ഹലോ എന്താ കട്ടായി പോയത്? അതെ, അപ്പം പോണ പോക്കിന് ദൂരദർശന്റെ ടവറിൽ ഇടിച്ചിട്ട് പോയതാണ്. ഓ, അപ്പൊ ആകെ കുഴപ്പമാവുമല്ലോ. ഉടനെ എന്തെങ്കിലും ചെയ്യണമല്ലോടോ. ഹെലികോപ്റ്ററൊക്കെ പെട്ടെന്ന് സംഘടിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ, ഞാനൊരു കാര്യം ചെയ്യാം. സെക്രട്ടേറിയറ്റിന്റെ ക്യാൻറ്റീന്ന് കുറെ ഉരുളക്കിഴങ്ങിന്റെ ബോണ്ട അപ്പൻ എത്തിച്ചു കൊടുക്കാൻ ഏർപ്പാടുണ്ടാക്കാം. അയ്യോ, അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത്. വിശപ്പ് മാറ്റാണല്ലടോ. പിന്നെ ബോണ്ട കഴിച്ചു കഴിയുമ്പോ വയറ്റിലുള്ള ഹൈഡ്രോജൻ ഗ്യാസ് ശരീരത്തിലെ പല വഴികളിലൂടെ പുറത്തോട്ട് പോകും. അപ്പൊ ആള് താഴെ വരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വാങ്ങല്ലേ ശവപ്പെട്ടി? വെക്കടോ ഫോൺ. നമ്മളൊക്കെ ഗ്യാസ് വരുമ്പോ ഇതാണ് ചെയ്യാറ്, അല്ലാതെ ഹെലികോപ്റ്റർ ഒന്നും നമ്മൾ വിളിക്കാറില്ല. ഹലോ 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 ഹലോ, ആരാ? ഞാൻ തന്നെയാണ് കേട്ടാ. ഓ, നമ്മുടെ അബ്ദുറഹ്മാൻ. എന്താണോ അലമാരൊക്കെ തുറന്ന് കംപ്ലീറ്റ് പാക്കും ചെയ്ത് കഴിഞ്ഞ്. താനെന്താണ് വാതിരാക്ക് വീട് മാറി പോണോ? ഏയ്, വീട് മാറിപ്പോണതല്ല, എന്റെ വീട്ടിലേക്ക് പോണേണ്. അപ്പൊ തന്റെ വീട്ടിൽ നിന്നല്ലേ വിളിക്കുന്നത്? അല്ല. അപ്പൊ താൻ നേരത്തെ വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞത്? വീട്ടിൽ നിന്നാണ്, പക്ഷെ എന്റെ വീട്ടിൽ നിന്നല്ല, സാറിന്റെ വീട്ടിൽ നിന്നാ. ഏത് സാറിന്റെ വീട്ടിൽ നിന്ന്? മുഖ്യമന്ത്രി സാറിന്റെ വീട്ടിൽ നിന്ന്. എന്റെ വീട്ടിൽ നിന്നോ? എടോ, പൂട്ടിയിട്ടിരിക്കുന്ന എന്റെ വീട്ടില് നീ ആരോട് ചോദിച്ചിട്ട് കേറി? സാറിനോട് ചോദിച്ചിട്ട്. സാറല്ലേ പറഞ്ഞത് വാതില് ചവിട്ടി പൊളിച്ച് കേറാൻ? സാറ് തന്നെയല്ലേ അലമാരയുടെ താക്കോലിരിക്കുന്ന സ്ഥലവും പറഞ്ഞു തന്നത്. അതൊക്കെ ഇത്ര പെട്ടെന്ന് മറക്കരുത് സാറേ. ഞാനാണ്, മനസ്സിലായില്ലേ? അന്ത്രമാൻ, കള്ളൻ അന്ത്രമാൻ. എടാ അന്ത്രമാന്. ലാൽ തല. മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്ന പരിപാടി ഈ ആഴ്ചയോടുകൂടി അവസാനിക്കുന്നു. കാരണം ചോദിച്ചാലും കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നയ്യ പൈസയില്ല. ഇനി പ്രോഗ്രാം ആരംഭിക്കണമെങ്കിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും എവിടെന്നെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ ഈ പ്രോഗ്രാം പുനരാരംഭിക്കും. വീണ്ടും മുഖ്യമന്ത്രിയോട് ചോദിക്കാം. തമ്മിൽ തല്ല്, റോഡ് അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള തമ്മിൽ തല്ല്. നമസ്കാരം. നമസ്കാരം. ഇത്തവണത്തെ തമ്മിത്തല്ലി പരിപാടിയിൽ പങ്കെടുക്കുന്നത് വിവിധ വാഹനങ്ങളുടെ ഡ്രൈവർമാർ, ട്രാഫിക് പോലീസുകാർ, RTO, ജനപ്രതിനിധികൾ എന്നീ ജീവിതത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരുമാണ്. നമുക്ക് തമ്മിത്തല്ല് ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ തമ്മിത്തല്ലിന്റെ വിഷയം വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളാണ്. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്. കാരണം എല്ലാവരും തന്നെ റോഡ് അപകടങ്ങളിൽ റെക്കോർഡുണ്ടാക്കി പേരും പ്രശസ്തിയും നേടിയിട്ടുള്ളവരാണ്. ആദ്യമായിട്ട് നമുക്കൊരു ഡ്രൈവറോട് അനുവദിക്കാം. നീങ്ങേക്കൂ. എന്താ നിങ്ങളുടെ പേര്? തിലകൻ. ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാക്കി റെക്കോർഡ് സൃഷ്ടിച്ച ഡ്രൈവറാണല്ലോ നിങ്ങൾ. അതെ. നിങ്ങൾ ഇങ്ങനെ ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളാരും ചോദിക്കാതെ കൊണ്ടല്ലേ? ചോദിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? ചോദിക്കാനല്ലേ ഇവിടെ ഇഷ്ടം പോലെ പോലീസുകാരുള്ളത്. അവരുടെ നിപ്പ് കണ്ടാൽ അറിയില്ലേ? റോഡിലൊരു ചോദ്യചിഹ്നം പോലെയല്ല അവര് നിൽക്കുന്നത്. അപകടങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അവര് ചോദിക്കും. കൃത്യമായിട്ട് അവര് മേടിക്കുകയും ചെയ്യും. അതാണ് അവരുടെ ലൂട്ടി. പോലീസുകാർ ചോദിക്കാത്തത് കൊണ്ടല്ല അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലായില്ലേ? എന്റെ അഭിപ്രായത്തിൽ റോഡുകളില്ലാത്തത് കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് എനിക്കുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു അപകടത്തെ കുറിച്ച് ഞാൻ പറയാം. പറയൂ. ഞാൻ ഇന്നിങ്ങോട്ട് ചർച്ചയ്ക്ക് വരുമ്പോ ഈ സ്റ്റുഡിയോയുടെ മതിൽ വന്ന് എന്റെ കാറിലിടിച്ചു. കാറും തകർന്ന് മതിലും തകർന്ന്. ഈ റോഡ് അപകടത്തെ കുറിച്ച് എന്ത് പറയുന്നു? അത് ശരി, നിങ്ങൾ റോഡിലൂടെ വണ്ടി ഓടിക്കാതെ അശ്രദ്ധമായി വണ്ടി ഓടിച്ചത് കൊണ്ടല്ലേ മതിലിൽ പോയി ഇടിച്ചത്? അശ്രദ്ധ കൊണ്ടല്ല, അവിടെ ഒരു മതിലുണ്ടായിരുന്നു കൊണ്ടാണ് ഇടിച്ചത്. മതിലിന് വരെ റോഡായിരുന്നു ഇടിക്കുമായിരുന്നോ? ഇതാണ് ഞാൻ പറഞ്ഞത്, റോഡില്ലാത്തത് കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന്. എനിക്കുണ്ടായിരിക്കുന്ന എല്ലാ അപകടങ്ങളും ഇങ്ങനെയാ. അങ്ങോട്ട് തിരിഞ്ഞാ പള്ളി, ഇങ്ങോട്ട് തിരിഞ്ഞാ അമ്പലം. നേരെ പോയാ മതില് അല്ലെങ്കിൽ മരം, പുറകോട്ട് പോയാ കുഴി അല്ലെങ്കിൽ കൊക്ക. വേറെ എങ്ങോട്ടെങ്കിലും തിരിക്കാന്ന് വെച്ചാൽ അവിടെയൊക്കെ പണ്ടാരടങ്ങാനായിട്ട് വീടുകളും. ഇതൊന്നുമില്ലാതെ എങ്ങോട്ട് തിരിഞ്ഞാലും റോഡാണെങ്കിൽ വല്ല അപകടം ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞ വണ്ടി എങ്ങോട്ട് പോയാലും അവിടെയൊക്കെ റോഡുകളായിരിക്കണം. കേട്ടിട്ടില്ലേ? അമേരിക്കയിലൊക്കെ റോഡ് വേ എന്ന് പറയുന്നത്. അതിവിടെയും കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരും? ഈ അമേരിക്കൻ മഴ എങ്ങനെയാണ് കൊണ്ടുവരണത്? അതുപോലെ കൊണ്ടുവരണം. അതൊന്നും ചോദിക്കാനും കൊണ്ടുവരാനും ഇവിടെ ആരുമില്ല. ഒരു അപകടം ഉണ്ടായ ഉടനെ ചോദിക്കാൻ വരും പോലീസുകാർ. അപ്പോ തിലകന്റെ അഭിപ്രായത്തില് മരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ മാറ്റി കംപ്ലീറ്റ് റോഡായിരിക്കണം, എങ്കിലേ അപകടങ്ങൾ ഒഴിവാകൂ എന്നാണ്.
ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ മിസ്റ്റർ തിലകന്റെ അഭിപ്രായത്തോട് തീർത്തും യോജിക്കുന്നു. ശരി, എന്താ നിങ്ങളുടെ പേര്? മമ്മൂട്ടി. മമ്മൂട്ടി. മിസ്റ്റർ മമ്മൂട്ടി ഈ വിഷയത്തിൽ തിലകന്റെ അഭിപ്രായം തന്നെയാണല്ലേ? ഓഫ് കോഴ്സ്. കണ്ടിപ്പാ. എന്താ? തീർച്ചയായും. ഓ, മുൻപിൽ റോഡില്ലെന്ന് മാത്രമല്ല മറ്റൊരു കാരണം കൂടി എനിക്ക് പറയാനുണ്ട്. അതെന്താണ്? വണ്ടി ഓടിക്കുമ്പോ മുൻപിൽ വണ്ടികൾ പാടില്ല. ഈ വണ്ടികൾക്കൊക്കെ മുമ്പിക്കണമെന്ന് എന്താണ് ഇത്ര വലിയ നിർബന്ധം? ഈ പണ്ടാരത്തിനൊക്കെ പുറകെ വന്നുകൂടെ? ഈ വണ്ടികളൊക്കെ തിക്കി തള്ളി മുൻപിൽ കയറുന്നത് കൊണ്ടല്ലേ നമ്മൾ പുറകെ കൊണ്ടുപോയി ഇരിക്കേണ്ടി വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം എന്റെ കാറിന് മുമ്പിൽ വേറൊരു കാർ വന്ന് കയറി. അതിന്റെ ബാക്ക് കൊണ്ട് എന്റെ കാറിന് മുമ്പിൽ ഇടിച്ചു. അതെങ്ങനെ? അവൻ ബ്രേക്ക് ഇട്ട് പുറകെ നല്ല സ്പീഡിൽ വന്നുകൊണ്ടിരുന്ന എന്റെ കാറിന്റെ മുൻപില് അവന്റെ കാറിന്റെ ബാക്കി കൊണ്ടുവന്ന് ഒരൊറ്റ ഇടി. നിങ്ങൾക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ വെട്ടിക്കാമായിരുന്നില്ലേ? അവിടെയാണ് തിലകം പറഞ്ഞ പ്രോബ്ലം. എന്ത് പ്രോബ്ലം? റോഡില്ല. റോഡില്ല. റോഡിന് പകരം വലതുവശത്ത് അവന്റെ മതിലും ഇടതുവശത്ത് അവന്റെ വീടും. എന്റെ കാറിന് മുമ്പിൽ കയറ്റി ബ്രേക്ക് ഇട്ടത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ അത് അവന്റെ കാർ ഷെഡാണെന്ന്. അത് ശരി, വല്ലവന്റെ കാശെട്ടി കയറി അവന്റെ വണ്ടിയുടെ പുറകിലാണ് മമ്മൂട്ടിയുടെ വണ്ടി ഇടിച്ചത്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുൻപിൽ വണ്ടികൾ പാടില്ലെന്ന്. അതുകൊണ്ടല്ലേ പുറകിലിരിച്ചത്. എല്ലാ വണ്ടികളും നമ്മുടെ വണ്ടിയുടെ പുറകിലേ വരാൻ പാടുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ഈ റോഡപകടങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താ അത്? ഡ്രൈവർമാർക്ക് ലൈസൻസ് കൊടുക്കുമ്പോ നമ്മുടെ വണ്ടിയുടെ പുറകെ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസേ കൊടുക്കാവൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമോ ഇല്ല. ഈ മമ്മൂട്ടി പറഞ്ഞ ഈ പുറകെ പോകുന്നവർക്ക് മാത്രം ലൈസൻസ് എന്ന അഭിപ്രായത്തോടെ ഈ RTO ശ്രീമാൻ ആക്സിഡന്റ് ആക്ഷൻ നായരുടെ അഭിപ്രായം എന്താണ്? പറയൂ. അങ്ങനെ തന്നെയല്ലേ ഞങ്ങൾ ചെയ്യണത്. ഞങ്ങളുടെ പുറകെ നടക്കുന്നവർക്ക് മാത്രമേ ഞങ്ങൾ ലൈസൻസ് കൊടുക്കുകയുള്ളൂ. അതിനൊരു RTO എന്ന നിലയിൽ താങ്കൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനൊരു RTO എന്ന നിലയിൽ ആധികാരികമായിട്ട് വണ്ടി തടയും. വണ്ടി തടയുക? കണ്ടിട്ടില്ലേ RTOമാർ റോഡിൽ നിന്ന് വണ്ടി തടയുന്നത്? അതൊക്കെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. പക്ഷെ പലരും അങ്ങനെയല്ലല്ലോ പറയുന്നത്. അങ്ങനെ പറയുന്നത്. പറയാം. അതൊന്നും RTOമാരായിരിക്കില്ല. ഈ RTO ടെസ്റ്റ് ചെയ്ത് തോറ്റതായിരിക്കുന്നേ. അസൂയ കൊണ്ട് പറയുന്നതാണെന്ന് കേട്ടിട്ടില്ലേ? RTOയ്ക്കും കസണ്ടിക്കും മരുന്നില്ലെന്ന്. എന്നാൽ ഞങ്ങൾ RTOമാർ ചെയ്യുന്നത് എന്താണ്? വണ്ടി തടഞ്ഞാൽ ഉടൻ ബുക്കിലും പേപ്പറിലും വല്ല അപകടമുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ബുക്കിലും പേപ്പറിലും എന്ത് അപകടമെന്നാണ് സാറേ? അയ്യോ, ഉണ്ടാവും. ഈ RT ബുക്കിൽ ചെക്കാണെങ്കിൽ അത് വലിയ അപകടമാണ്. അത് മടങ്ങും. വണ്ടിക്കാരുടെ ചെക്കല്ലേ, അത് വണ്ടി ചെക്കായിരിക്കും. എന്നാൽ ചെക്കിന്റെ സ്ഥാനത്ത് നോട്ടാണെങ്കിലോ കണ്ണ് മഴച്ച് വണ്ടി ഓടിക്കാൻ ഞങ്ങൾ അനുവാദം കൊടുക്കും. നമുക്കൊരു അപകടവും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ RTOമാരുടെ ഡ്യൂട്ടി തന്നെ വണ്ടി അറിയുന്നതാണ്. എന്നാലേ എന്തെങ്കിലും തടയൂ. അല്ല സാറേ, ഈ RTOയുടെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞു തരാമോ? RTOയ്ക്ക് ഫുൾ ഫോം ഇല്ല, യൂണിഫോമേ ഉള്ളൂ. അതും വല്ലപ്പോഴും മതി. അതല്ല സാറേ, ഈ RTO എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചത്. RTO എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രഞ്ച് വേർഡാണ്. ഒരു ഫ്രഞ്ച് വണ്ടി പറഞ്ഞപ്പോ കിട്ടിയതാണ്. മലയാളത്തിൽ അതിന് RTO എന്ന് പറയും. അതായത് RT കാണിക്കുന്ന ഓഫീസർ RTO. ഇങ്ങനെയുള്ള RTOമാരുടെ എണ്ണം കൂട്ടിയാൽ അപകടങ്ങളുടെ എണ്ണവും കുറയ്ക്കാം. ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഒരിക്കലും RTOമാരുടെ എണ്ണം കൂട്ടാൻ പാടില്ല. മാത്രമല്ല വണ്ടികളുടെ എണ്ണം കുറയ്ക്കുകയും വേണം. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ അഭിപ്രായം ഇതാണ്: റോഡ് അപകടങ്ങളുടെ മുഖ്യ കാരണം വാഹനങ്ങൾ പെരുകുന്നത് കൊണ്ട് മാത്രമാണെന്ന് ഞാനിവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഊന്നി പറയുകയാണ്. ശരിയാണ്. വണ്ടികൾ പെരുകാൻ കൊടുക്കുന്നത് കൊണ്ടാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതും റോട്ടിൽ ഒരുപാട് പേർ മരിക്കാൻ കൊടുക്കുന്നതും. ഇതിനെന്താണ് ഒരു പരിഹാരം? പരിഹാരം വണ്ടി കയറണം. വണ്ടി കയറണോ? വണ്ടി കയറണമല്ല പണ്ടാരം, കുടുംബാസൂത്രണം. വണ്ടി കയറണം. വണ്ടികൾക്ക് എങ്ങനെ വന്യം ചെയ്യുന്നത്? വണ്ടികൾക്കല്ല, മനുഷ്യർക്കാണ്. എല്ലാ മനുഷ്യർക്കും മദ്യകരണം ചെയ്താൽ ജനപ്പെരുപ്പം കുറയും. ജനപ്പെരുപ്പം കുറയുമ്പോ ഡ്രൈവർമാരുടെ എണ്ണം കുറയും. ഡ്രൈവർമാരുടെ എണ്ണം കുറഞ്ഞാൽ വണ്ടികളുടെ എണ്ണം കുറയും. വണ്ടികളുടെ എണ്ണം കുറഞ്ഞാൽ അപകടങ്ങളുടെ എണ്ണവും കുറയും. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇതാണ്: എല്ലാ അപകടങ്ങളുടെയും പ്രധാന കാരണം ജനപ്പെരുപ്പമാണ്. അതുകൊണ്ട് വന്ധ്യകരണം നടത്തി ജലപ്പെരുപ്പം കുറയ്ക്കാൻ നോക്കണം. ജലപ്പെരുപ്പം അങ്ങനെ വെട്ടിക്കുറയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു പ്രകടനം നടത്തിയാൽ രാഷ്ട്രീയക്കാരായ ഞങ്ങൾ അങ്ങനെ ശക്തി തെളിയിക്കും. ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ തിരുത്തി കുറിക്കേണ്ടതായി വരും. ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് ഞങ്ങൾ എങ്ങനെ പറയും? അതുകൊണ്ട് ജനപ്പെരുപ്പം കുറയ്ക്കാൻ ശ്രമിക്കുന്ന എന്തിനേയും നഖശികാന്തം എതിർക്കും. ആര്? നഖശികാന്തൻ? നഖശികാന്തൻ അല്ലടോ. ജനപ്പെരുപ്പം കുറയ്ക്കാനുള്ള എല്ലാം ഞങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് ചീണ്ടും. അതൊക്കെ പിച്ചിന്റെ ജനപ്പെരുപ്പം കൂടണം. റോഡപകടങ്ങളുടെ കാരണം ജനപ്പെരുപ്പമൊന്നുമല്ല,
വാഹനങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ്. പോലീസുകാരെന്ത് ചെയ്യാൻ കൊടുത്തു? പോലീസുകാരല്ലേ എല്ലാ അപകടവും ഉണ്ടാക്കുന്നത്. എങ്ങനെ? കാർ ഓടിച്ചിരുന്നത് എന്റെ ഇളയ മകനാണ്. ആണോ? ഇടിച്ചിട്ടത് ഒരു കുടവയറിനെ. വയറ് കീറി കുടലും പണ്ടവും പുറത്തു വന്നു. ഉടനെ എന്റെ മകനെ പിടിച്ച് അകത്ത് വിട്ടു. അന്യായം, കടുത്ത അന്യായമാണ്. കുടലും പണ്ടോ പുറത്തു വന്ന അതല്ലേ അകത്താക്കേണ്ടത്. ഈ എല്ലാ മകനകത്താക്കിയിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ എല്ലാ അപകടങ്ങൾക്കും മുഖ്യ കാരണം പോലീസുകാരാണ്, പ്രത്യേകിച്ച് ഈ ട്രാഫിക് പോലീസുകാര്. ഇപ്പൊ പറഞ്ഞ ഈ പരാതിയെ കുറിച്ച് ഒരു ട്രാഫിക് പോലീസുകാരനായ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പോലീസുകാരെ കുറിച്ചുള്ള ഈ പരാതി ശരിയല്ല. ഒരു വലിയ റോഡ് അപകടം ഒഴിവാക്കാൻ ശ്രമിച്ചതിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സസ്പെൻഷൻ കിട്ടിയ ട്രാഫിക് പോലീസുകാരനാണ് ഞാൻ. അപകടം ഒഴിവാക്കാൻ ശ്രമിച്ചതിന് സസ്പെൻഷനോ? ഡിസ്മിസ് ചെയ്യും, പക്ഷെ കേസ് കഴിയും. എന്താണ് കേസ്? നിസാരം, സിമ്പിള്. ഞാനൊരു ദിവസം ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റോഡിന്റെ നടുക്കൊരു സ്ത്രീ ഓടിച്ചിരുന്ന കാറ് വന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഒരു ചെറിയ കാറ്. അപ്പൊ മാരുതി ആയിരിക്കും, അല്ലെങ്കിൽ പ്രീമിയർ പത്മിനി ആയിരിക്കും. മാലതിയാണാ പത്മിനിയാണാന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഒരു സ്ത്രീ. ഞാൻ അവരോട് പറഞ്ഞ് മാഡം ഒന്നും ധരിക്കില്ലെങ്കിൽ ഞാൻ വണ്ടി മാറ്റി തരാമെന്ന്. എന്റെ പിതാവേ, ഞാൻ പറഞ്ഞ് നാക്കകത്തേക്ക് ഇട്ടില്ല. അവര് പുറത്തേക്ക് ഇറങ്ങി. അതോടെ റോഡ് 4 വശവും ബ്ലോക്കായി. അവിടെ നിന്നും ഇവിടെ നിന്നും വണ്ടികളൊന്ന് കൂട്ട ഇടിയായി. അതെന്തിനാ? ഇറങ്ങി നിന്നില്ലേ അവരെ കാണാൻ വേണ്ടിയിട്ട്. അവര് വല്ല സിനിമാ താരമായിരിക്കും. ഒരു സ്ത്രീ, ഓർഡിനറി. പിന്നെ എന്ത് കാണാനാണ്? എടോ, ഞാൻ പറഞ്ഞതനുസരിച്ച് അവരൊന്നും ധരിക്കാതെ അടോ പുറത്തേക്ക് ഇറങ്ങി നിന്നത്. എവിടെയാണ്? വേഗം പറ. ഇപ്പൊ പോയിട്ട് കാര്യമില്ല. 1 കൊല്ലം മുമ്പായിരുന്നു. ഞാൻ പോലും മര്യാദക്ക് കണ്ടില്ല. തിക്കിയും തള്ളിയും എന്നെ വണ്ടിക്കാര് മുഴുവൻ പുറത്തേക്ക് തള്ളിയോടോ. അങ്ങനെ കൂട്ടിയിടിയില് തമ്മി ചൂടായി വണ്ടികൾ തമ്മിൽ ഉരഞ്ഞ് തീ പിടിച്ചു. അപ്പൊ അതിനായിരിക്കും സസ്പെൻഷൻ. സസ്പെൻഷൻ മാത്രമല്ല, സൈലൻസറും ബോണറ്റും മൊത്തം കത്തി. 2 വണ്ടിയും മൊത്തം കത്തി. വണ്ടികളൊക്കെ ബ്ലോക്കായി. ഒറ്റ വണ്ടി പോലും മാറ്റാനും പറ്റണില്ല. അപ്പൊ പെണ്ണോ? അതിനെ ഈ വണ്ടികളിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരെല്ലാം കൂടി തിക്കി തള്ളി അടുത്ത ജംഗ്ഷനിൽ കൊണ്ട് അവിടെയും ബ്ലോക്കാക്കി. അതേത് ജംഗ്ഷനാണ്? മിണ്ടാതിരിയടോ. ഇപ്പൊ പോയിട്ടൊരു കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞു. അങ്ങനെ ഈ 2 വണ്ടിയുടെയും തീയെടുത്താൻ ഞാൻ ഫയർഫോഴ്സിലേക്ക് വിളിച്ചപ്പോ ഉണ്ടല്ലോ അവിടെയും ബ്ലോക്ക് ആണെന്ന്. അതെന്ത് പണ്ടാർമാണ്? ഈ പെണ്ണിനെ നാട്ടുകാരെല്ലാം കൂടി തിക്കി തള്ളി അവിടെയും കൊണ്ട് ബ്ലോക്കാക്കി. എന്റെ വ്യാകുല മാതാവേ, കാറാണെങ്കിൽ നിന്ന് കത്തണം, റോട്ടിലാണെങ്കിൽ നിറയെ വാഹനങ്ങളല്ലാതെ ഒറ്റ മനുഷ്യനെ കാണണില്ല. അതെന്താണ്? ബന്ധായോ? ബന്ധല്ല, ഉന്ത്. ആ പെണ്ണിനെ ഉന്തിക്കൊണ്ട് എല്ലാരും പോയില്ലേ. ഞാനാണെങ്കിൽ ഒറ്റ. ഞാൻ ആത്മാർത്ഥത കാണിച്ചത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ ഡെലിവറി എനിക്കും അവരുടെ കൂടെ പോകായിരുന്നില്ലേ. തീ കെടുത്താൻ വേണ്ടി പരക്കം മാഞ്ഞ് ഞാൻ നോക്കുമ്പോ കുടിവെള്ളം കൊണ്ടുവന്ന ഒരു ടാങ്കർ ലോറി ബ്ലോക്കിൽ പെട്ട് കിടക്കണം. ഡ്രൈവറും ഇല്ല, കിളിയില്ല. അവരെവിടെ പോയി? സിനിമക്ക്. മിണ്ടാതിരി. ഞാൻ ഓടിച്ചെന്ന് ഓസൊക്കെ ഫിറ്റ് ചെയ്ത് ടാങ്കർ ലോറിയുടെ മോളിൽ നിന്നുകൊണ്ട് ഒരു അടി തുടങ്ങി. തിരുമൽ ദേവ ആരുമായിട്ട്? തന്റെ അപ്പനുമായിട്ട്. എടോ, ടാങ്കർ ലോറിയുടെ മോളിൽ കയറുന്ന അടിയുണ്ടാക്കിയെന്നല്ല പറഞ്ഞത്, പിന്നെ വെള്ളം അടിച്ചെന്ന്. ആഹാ, പിന്നെ എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യാതിരിക്കുന്നത്? ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസുകാരൻ ടാങ്കർ ലോറിയുടെ മോളിൽ കയറി വെള്ളമടിച്ചാൽ സസ്പെൻഡ് ചെയ്യാതെ നിൽക്കുവോ? അത് 2 കാറുകൾ നിന്ന് കത്തിപ്പിടിക്കുമ്പോ. എന്റെ മുത്തപ്പ, എടോ, വെള്ളമടിച്ചെന്ന് പറഞ്ഞത് മദ്യപിച്ചെന്നല്ല. പിന്നെ തീ കെടുത്താനായിട്ട് ലോറിയിലെ വെള്ളം ഓസ് വെച്ചടിച്ചെന്ന്. അതിനാണ് എന്നെ സസ്പെൻഡ് ചെയ്തത്. തിരുമൽ ദേവാ, ഒരു പോലീസുകാരൻ ഒറ്റയ്ക്ക് ഇത്രയും ധീരമായ കൃത്യം ചെയ്തതിനെ അയാളെ സസ്പെൻഡ് ചെയ്യുകയോ? ഇത് നമ്മൾ വിശ്വസിക്കില്ല. എനിക്കും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ റോട്ടിൽ കിടന്നിരുന്ന 100-300 വണ്ടികളിൽ നിന്ന് കത്തണ കണ്ടപ്പോഴാണ് എനിക്കും വിശ്വാസം വന്നത്. ടാങ്കർ ലോറിന്ന് തീ കെടുത്താൻ വേണ്ടി ഞാൻ ചീറ്റിച്ചു കൊണ്ടിരുന്നത് കുടിവെള്ളമല്ലായിരുന്നോ, പിന്നെ എന്ത് പണ്ടാരമാണ്? പെട്രോൾ ആയിരുന്നോ, ഹിന്ദുസ്ഥാന്റെ പെട്രോള്. തിരുമൽ ദേവ, കച്ചേരി ജംഗ്ഷനിൽ കിടന്ന് എന്റെ സുമോ അന്ന് കത്തിച്ചത് നീയാണല്ലേ പണ്ടാർക്കാല? എന്റെ മാരുതി കത്തിച്ച് നീയായിരുന്നല്ലേടാ? എന്റെ എസ് കത്തിച്ച് നീയാണല്ലേടാ? തമ്മിത്തള്ളൽ പരിപാടി ഇവിടെ ആരംഭിച്ചു, എവിടെയെങ്കിലും എന്തെങ്കിലും അവസാനിക്കും. അതുവരെ നിങ്ങൾക്ക് നന്ദി പറയുന്നത് ശ്രീമന്തൻ നായർ. ഗുഡ് ബൈ. കാർഷിക രംഗം, തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള ഒരു ചർച്ച. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. എന്തു സാർ? എന്താ
അല്ല ഒരു ശബ്ദം ഉണ്ടാക്കിയല്ലോ സാറ്. ഓ അത് ഓ ഹോയ്. അത് ഞങ്ങളുടെ നമസ്കാരമാണ്. തേങ്ങ ഇടുമ്പോ കേട്ടിട്ടില്ലേ? ഓ ഹോയ്. ഞാൻ ആകെ പേടിച്ചു പേടിച്ചു പോയി. അല്ല സാർ, ഞങ്ങൾ ഈ കർഷകരാണല്ലോ, തെങ്ങ് കൃഷിക്കാരാണല്ലോ, തെങ്ങിന്റെ മണ്ടയടപ്പാണല്ലോ ഇപ്പോഴത്തെ തെങ്ങ് കൃഷിക്കാർ നേരിടുന്ന പ്രശ്നം. ഈ മണ്ടയടപ്പ് ഏറ്റവും കൂടുതലായി കണ്ടുവരാറുള്ളത് ഏത് പ്രദേശങ്ങളിലാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അത് പറയുകയാണെങ്കിൽ തെങ്ങിന്റെ മണ്ടയിലാണ് മണ്ടയടപ്പ് കൂടുതലായും കണ്ടുവരാറുള്ളത്. അതെന്താണെന്ന് ഇതേവരെ പിടികിട്ടിയിട്ടില്ല. അല്ല, പിടി കിട്ടാതിരുന്ന കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ? പിന്നെ തെങ്ങിന്റെ മണ്ട വരെ കയറിയിട്ട് പിടികിട്ടിയില്ലെങ്കിൽ ആള് താഴെ കിടക്കും. ചിലര് മരിച്ചിട്ടുമുണ്ട്. അതെന്താണെന്ന് ഇതേവരെ പിടികിട്ടിയിട്ടില്ല. അല്ല സാറേ, ഇത് തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? കേറുമ്പോ തന്നെ തടഞ്ഞാ മതി. അതാണ് ഏറ്റവും നല്ല മാർഗം. ഓ അത് ശരി. ഈ ചില തെങ്ങുകൾക്ക് മണ്ടയടപ്പ് കാണാറില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? ശരിയാണ്. ഇടിവെട്ടുകൊണ്ട് മണ്ടയില്ലാതെ കരിഞ്ഞു നിൽക്കുന്ന തെങ്ങുകൾക്ക് മണ്ടയടപ്പെന്ന രോഗം കാണാറില്ല. ഈശ്വര, അതെന്തുകൊണ്ടാണെന്ന് ഇതേവരെ പിടികിട്ടിയിട്ടില്ല. സാർ, ഈ മണ്ടയടപ്പുള്ള തെങ്ങിലെ തേങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവാറുണ്ടോ? ഉണ്ടാകും. തേങ്ങയ്ക്ക് കംപ്ലൈന്റ് ഉണ്ടാകും. പക്ഷെ തേങ്ങ അത് പറയുവോ? അല്ല സാർ, തേങ്ങ അത് പറയാന്ന് വെച്ചാ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ അപ്പൂപ്പൻ മരിച്ചു. എന്നാ പോട്ടെ നിങ്ങളുടെ അമ്മൂമ്മ മരിച്ചു. എന്നാ പോട്ടെ തന്റെ അച്ഛൻ. അതാ ആദ്യമേ മരിച്ചു. ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോടോ? ഉണ്ട്. ആരാണ്? ഞാൻ. എന്നിട്ടാണോ മിണ്ടാതിരിക്കുന്നത്? അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഞാൻ ചത്തിട്ടില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? രോഗമുണ്ടെങ്കിൽ തേങ്ങ അത് പറയുമോന്ന്. ഉദാഹരണത്തിന് തനിക്കൊരു മാരകമായ രോഗമുണ്ടെങ്കിൽ തന്റെ മക്കളത് പറഞ്ഞു നടക്കുവോ? ഇല്ല. അപ്പൊ പിന്നെ സംസാരിക്കാൻ കഴിവുള്ള തന്റെ മക്കളത് പറയൂല. ഈ മുണ്ടാപ്രാണിയായ തേങ്ങ അത് പറയൂടോ? ശരിയാണ് കേട്ടാ. ഈ മണ്ടയടപ്പുള്ള തെങ്ങിലെ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടൂല എന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് രോഗമില്ലാത്ത തെങ്ങിലെ തേങ്ങ ആട്ടിയാലും വെളിച്ചെണ്ണ കിട്ടൂല. അതെന്താ? തേങ്ങ ആട്ടിയാ തേങ്ങ കിടന്നാടും. ഈ തേങ്ങയുടെ പേര് മുമ്പും തേങ്ങ എന്ന് തന്നെ ആയിരുന്ന? ഇത്രയും കാലമായിട്ടും കർഷകരായ നിങ്ങൾക്കത് അറിയില്ലേ? അറിയില്ല സാർ. ആദ്യം തേങ്ങയ്ക്ക് വെള്ളക്കായ എന്ന് പറയും. വെള്ളക്കാര് വന്നാണ് ആ പേരിട്ടത്. പിന്നീട് അത് കുറച്ചുകൂടി മൂക്കുമ്പോ അതിന്റെ പേര് കരിക്കെന്നാവും. ഈ കരിക്ക് മൂത്തിട്ടാണ് തേങ്ങ ഉണ്ടാവുന്നത്. പ്രായം വെച്ച് നോക്കുമ്പോ തേങ്ങയേക്കാൾ മൂത്തത് വെള്ളക്കായാണ്. ഈ മണ്ടയടപ്പെന്ന് തന്നെ ആയിരുന്നോ പണ്ട് ഇതിന് പേര്? അല്ല, പണ്ട് ഈ രോഗം കണ്ടിരുന്നത് തെങ്ങിന്റെ കടഭാഗങ്ങളിലായിരുന്നു. അന്ന് അതിന്റെ പേര് കടയടപ്പ് എന്നായിരുന്നു. കേട്ടിട്ടില്ലേ സൺഡേ കടയടപ്പെന്ന്? പിന്നീട് ഇത് മണ്ടയിലേക്ക് മാറിയപ്പോഴാണ് മണ്ടയടപ്പായി മാറിയത്. ഇനിയുള്ള കാലങ്ങളിൽ ട്യൂസ്ഡേ അടപ്പും പുകയില്ലാത്ത അടപ്പും ഒക്കെ പ്രതീക്ഷിക്കാം. ഈ തെങ്ങേറ്റക്കാര് തെങ്ങി കയറുമ്പോ നേരെയും തെങ്ങിൽ നിന്ന് ഇറങ്ങുമ്പോൾ റിവേഴ്സും ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? തെങ്ങിന്റെ മണ്ടയിൽ തിരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് റിവേഴ്സ് ഇറങ്ങുന്നത്. പുതുതായി തേങ്ങാ വികസന കോർപ്പറേഷൻ വികസിപ്പിച്ചെടുക്കുന്ന തെങ്ങിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. സാർ, ഈ തെങ്ങി കയറുമ്പോ കാലില് തളപ്പിടുന്നത് എന്തിനാണ്? കളസമഴിഞ്ഞു പോകാതിരിക്കാൻ. ഈ മണ്ടയടപ്പ് രോഗം വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഉണ്ടല്ലോ. മണ്ട അടപ്പില്ലാത്ത തെങ്ങുകളാണെങ്കിൽ മഴ പെയ്യുമ്പോൾ അടപ്പില്ലാത്തത് കൊണ്ട് വെള്ളം നേരിട്ട് മണ്ടയിലൂടെ കയറി തേങ്ങയ്ക്കുള്ളിൽ കെട്ടിക്കിടക്കുന്നു. ഈ മഴവെള്ളത്തെയാണ് തേങ്ങാവെള്ളം എന്ന് പറയുന്നത്. എന്നാൽ മണ്ട അടപ്പുള്ള തെങ്ങാണെങ്കിൽ തേങ്ങയിൽ വെള്ളം കയറുന്ന പ്രശ്നമില്ല എന്ന് മാത്രമല്ല, തേങ്ങ തന്നെ ഉണ്ടാവുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തെങ്ങ് കയറ്റക്കാരന് കൊടുക്കുന്ന പണവും ലാഭിക്കാം, തേങ്ങാ മോഷ്ടാക്കളിൽ നിന്ന് തെങ്ങിനെ രക്ഷിക്കുകയും ചെയ്യാം. അല്ല സാർ, ഇതുവരെ മണ്ടയടപ്പ് തടയാനുള്ള ഒരു പ്രതിവിധി പറഞ്ഞു തന്നില്ല. പറയാം. മണ്ടയടപ്പ് മാറ്റാൻ മണ്ടയടപ്പുള്ള തെങ്ങിന്റെ 4 വശവും കുറ്റിയടിക്കുക. തുടർന്ന് തെങ്ങ് ഉള്ളിൽ വരത്തക്കവണ്ണം വീതിയുള്ള കമ്പിളിയോ പുതപ്പോ ടാർപ്പായോ 4 കുറ്റിയിലും വലിച്ചു കെട്ടുക. പിന്നീട് ഒരു വലിയ വാർപ്പോ ചെമ്പോ വെള്ളം നിറച്ച് തെങ്ങിന്റെ ചോട്ടിൽ വെച്ച് അടുപ്പ് കൂട്ടി നന്നായി വെട്ടിത്തിളപ്പിക്കുക. തെങ്ങിന്റെ കടയ്ക്ക് തീ പിടിച്ച് തെങ്ങ് മറിയാതിരിക്കാൻ 4 വശത്തു നിന്നും താങ്ങു കൊടുക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് ഒരു കള്ളുകുടം നിറയെ വിക്സ്, അമൃതാഞ്ചൻ എന്നിവ സമാസമയം കൂട്ടിച്ചേർത്ത് അതുമായി തെങ്ങിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറുക. കയറുന്ന ആൾക്ക് മൂക്കടപ്പുണ്ടെങ്കിൽ നന്ന്. പിടിവിട്ട് ചോട്ടിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണേ. തിളച്ച വെള്ളമാണ് താഴെ. മുകളിലെത്തിയ ശേഷം തെങ്ങിന്റെ മണ്ടയിൽ കള്ളുകുടത്തിൽ കരുതിയിരുന്ന വിക്സ്, അമൃതാഞ്ചൻ മിശ്രിതം നല്ലപോലെ തേച്ചു പിടിപ്പിക്കുക. തുളകൾ ഉള്ളിടത്ത് വിക്സ് ഇൻഹീലർ തിരികെ വെക്കാൻ മറക്കരുത്. ഇതിനുശേഷം താഴെ ഇറങ്ങി വെള്ളം നന്നായി വെട്ടിത്തിളപ്പിച്ച് തെങ്ങിന് ആവി പിടിപ്പിക്കുക. ഒരാഴ്ചക്ക് ശേഷം ആഹാ എന്തൊരാശ്വാസം എന്ന് പറഞ്ഞ് തെങ്ങ് കുലച്ചു നിൽക്കുന്നത് കാണാം. തുലച്ചല്ല, കുലച്ച്. ഇങ്ങനെ തെങ്ങിനെ മണ്ടയടപ്പിൽ നിന്നും രക്ഷിക്കാം. ഈ മൂക്കടപ്പിന് ചെയ്യണ പോലെ അല്ലേ? മൂക്കടപ്പിനും ചെയ്യാം. അല്ല സാർ, ഈ നല്ല വിളകൾ ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത്?
രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി മൂക്കറ്റം പ്രാർത്ഥിക്കുക. ഈശ്വര, അതെന്തിനാ? തലേ ദിവസത്തെ ക്ഷീണം മാറ്റാൻ. ഓ, അത് ശരി. എന്നിട്ട് തെങ്ങിൻ പറമ്പിൽ വന്ന് മൺവട്ടി തൊട്ടു വണങ്ങി 3 പ്രാവശ്യം വലം വയ്ക്കുക. അതെന്തിനാ സാർ? ഒരു രസം. എന്നിട്ട് തെങ്ങിന്റെ കടയ്ക്കൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് സ്വാമി കോക്കനാട്ടാനന്ദയെ മനസ്സിൽ ധ്യാനിച്ച് എഴുന്നേൽക്കുക. അതെന്തിനാ സാർ? ഒരു രസം. എന്നിട്ട് വലം വെച്ച് മൺവട്ടി കൈകൊണ്ടെടുത്ത് തെങ്ങിൻ ചോട്ടിന് തടമെടുക്കുക. തടമെടുത്ത ശേഷം തെങ്ങിന്റെ ചോട്ടിൽ 5 മിനിറ്റ് നേരം കുമ്പിട്ട് നിൽക്കുക. അതെന്തിനാ സാർ? ഒരു രസം. തുടർന്ന് 2 കൊട്ട പൊട്ടാസ്യം പെർമാംഗനറ്റും റിച്ചാർഡ് ആറ്റൻബറോയും യൂറിയയും ബാറ്റൻ ബോസും മിക്സ് ചെയ്ത് മീതയിൽ ഓറഞ്ചും കൂടി. മീതയിൽ ഓറഞ്ച് വേണം? അടിയിലായാലും പ്രശ്നമില്ല. ഈ പറഞ്ഞതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തൊട്ടടുത്തുള്ള മൂവാണ്ടൻ മാവിന്റെ ചോട്ടിലിടുക. തെങ്ങിന് തടമെടുത്തിട്ട് മാവിന്റെ ചോട്ടിലിട്ട് എന്തിനാ സാർ? ഒരു രസം. എന്നിട്ട് തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ നിന്നും ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് ഫാമിലിയായി അതിൽ കയറി ബാംഗ്ലൂർ, മധുര, ഊട്ടി വഴി കറങ്ങി തെങ്ങിന്റെ മുകളിലെത്തി മണ്ട ചെയ്യാതിരിക്കാൻ മരുന്ന് സ്പ്രേ ചെയ്യുക. അല്ല സാർ, ഈ ഹെലികോപ്റ്ററിൽ ഫാമിലി ആയിട്ട് കയറി ഊട്ടി, മധുര, ബാംഗ്ലൂർ വഴി കറങ്ങണം എന്തിനാ സാർ? അതൊക്കെ ഒരു രസമല്ലേടോ. ഇങ്ങനെ ചെയ്തതിന് ശേഷം രാത്രിയാവുമ്പോ മറ്റാരും കാണാതെ തൊട്ടടുത്തുള്ള തെങ്ങിൻ പറമ്പിലേക്ക് നൂണ്ട് കയറി ആ പറമ്പിൽ നിന്നും ഉടമസ്ഥൻ കാണാതെ നല്ല മുഴുപ്പുള്ള വിളഞ്ഞ തേങ്ങകൾ പറിച്ചെടുക്കുക. ഇങ്ങനെ മുടങ്ങാതെ ഒരാഴ്ച ചെയ്താൽ വിളഞ്ഞ തേങ്ങകൾ ഈ വിധം കൃഷി ചെയ്തുണ്ടാക്കാവുന്നതാണ്. അപ്പൊ സാറിന് എല്ലാവരും മുമ്പിൽ എന്നെ കള്ളനാക്കി കാണാനാണ് ആഗ്രഹം അല്ലേ? താനെന്തിനാ എന്നെ അടിച്ചത്? എന്നെ എന്തിനാണ് അടിച്ചതെന്നോ? ഇതൊക്കെ ഒരു രസമല്ലേ സാറേ? അനന്തം അജ്ഞാതം, ജ്യോതിഷേട്ടനും എഴുത്തു ചേച്ചിയും. അശ്വതി. എന്താ ചേട്ടാ? എന്താ അശ്വതി ഇത്? ഞാൻ നാളിന്റെ കാര്യമാണ് പറഞ്ഞത്. നാളത്തെ പരിപാടി തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, സിനിമക്ക് എന്താ അശ്വതി പറയുന്നത്? വാരഫലം പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. അയ്യോ, ഈ ക്യാമറക്കാര് തണ്ടികളോ സ്റ്റാർട്ട് പോലും പറഞ്ഞില്ലെന്നേ. കഷ്ടാന്ന്. വാരഫലം പരിപാടിയിലേക്ക് സ്വാഗതം. സ്വാഗതം. എന്നും പതിവുള്ളതുപോലെ ഇന്നത്തെ പരിപാടിയും അശ്വതിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം അല്ലേ? വ്യവഹാര സംബന്ധമായ കാര്യങ്ങൾക്ക് ഈ ആഴ്ച അശ്വതിക്കാർക്ക് ആദ്യ പകുതിയിൽ ചില്ലറ തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും 2ാം പകുതിയിൽ തികച്ചും അനുകൂലമായി. അപ്പൊ നാളെ സിനിമക്ക് പോകുമ്പോ 2ാം പകുതി കയറല്ലേ? എന്നാലും ചില പ്രശ്നങ്ങളുണ്ട്. എന്താ? ഗുളികൻ അശ്വതിക്കാരെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അത് സാരില്ല, നമുക്ക് ബാൽക്കണി കയറാന്നേ, അപ്പൊ കാണില്ലല്ലോ. അത് നല്ലൊരു ഐഡിയ. ഓക്കെ. ഈ മാങ്ങ ധാരാളം ഉണ്ടാകുന്ന സീസൺ ആയതുകൊണ്ട് ഭരണിക്കാർക്ക് പൊതുവെ നല്ല സമയമാണ്. ഭരണിക്കാർ തുണി കൊണ്ട് വാ മൂടിക്കെട്ടുന്നത് നന്നായിരിക്കും. പിന്നെ വാ മൂടിക്കെട്ടുമ്പോ മൂക്കും കൂടെ അതിനകത്ത് ഉൾപ്പെടാതെ വളരെ സൂക്ഷിക്കണം. മൂക്കും കൂടെ ഉൾപ്പെട്ടാൽ ശ്വാസം മുട്ടി ആള് ക്ലോസ് ആയി പോകത്തില്ലേ? കാർത്തിക നാളുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാർത്തിക രാത്രിയിലെ മഞ്ഞുതുള്ളിയോ സ്വാഹ, കഥനത്തിൻ കണ്ണുനീർ തുള്ളിയോ സ്വാഹ എന്നാണല്ലോ സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ഫലം ഈ ശ്ലോകത്തിൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത്, കാർത്തിക രാത്രിയിലെ മഞ്ഞുതുള്ളിയോ, കാർത്തികക്കാർ രാത്രിയിൽ മഞ്ഞിൽ കിടന്നു തുള്ളിയാൽ കഥനത്തിന്റെ കണ്ണുനീർ തുള്ളിയോ, കഥനത്തിൽ അതായത് കിതപ്പ് കൊണ്ട് കണ്ണുനീർ 2 കണ്ണും തുള്ളിയോ തള്ളിയോ എന്നൊരു സംശയം ഉണ്ടാകും. കിതപ്പ് കൊണ്ട് കണ്ണ് തള്ളിപ്പോകാനും ഇടയുണ്ട്, വളരെ സൂക്ഷിക്കണം. പിന്നെ കാർത്തിക നാളുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, സൂര്യൻ ഉച്ചസ്ഥായിലായതുകൊണ്ട് നട്ടുച്ചയ്ക്ക് ഈ നാളുകാർക്ക് നല്ല ചൂടുണ്ടായിരിക്കും. നന്നായിരിക്കും, പക്ഷെ ജോൺസ് കുടക്കാർക്ക് മനോവധയും മനക്ലേശവും ഉണ്ടാക്കും. അശ്വതി, രോഹിണിക്ക് രാത്രിയിൽ ചന്ദ്രന്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ജനപ്പെരുപ്പം കൂടാൻ സാധ്യതയുണ്ട്. രോഹിണിക്കാര് ഗർഭിണികളാവും. ചന്ദ്രന്റെ ദൃഷ്ടിയല്ലേ? ചന്ദ്രൻ ആരാ മോൻ? മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ആണെങ്കിലും രോഹിണിക്ക് നല്ല ഭാഗ്യം തെളിഞ്ഞു കാണുന്നുണ്ട്. അഥവാ തെളിഞ്ഞു കാണുന്നില്ലെങ്കിൽ കണ്ണട ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. കണ്ണടയോ? അതെന്തിനാ? എടി മണ്ടി, നിന്റെ അച്ഛന് കണ്ണാടിക്കട ഇല്ലേ? ഈ മണ്ടന്മാര് കണ്ണട മേടിച്ചു വെക്കട്ടെ.
താങ്ക് യു ഉണ്ടെന്നും ആയില്ല, ഓർമ്മ വേണം. ചേട്ടൻ അടുത്ത എന്താ അശ്വതി? ഞാൻ അടുത്തില്ലല്ലോ, ചേട്ടനല്ലേ എന്നോടടുത്ത്. അതല്ല, അടുത്ത നാളെ ഏതാണെന്നാ ചോദിച്ചത്. എന്താ ചുടിക്കത്തൊരു ശബ്ദം കേട്ടത്? ഞാൻ മകയിരം എന്ന് പറയുന്നു. ഓ, മകയിരം. ഈ നാളുകാർ പൊതുവെ മലർന്നു കിടന്ന് തുപ്പുന്ന സ്വഭാവക്കാരായിരിക്കും. മാത്രമല്ല, മകയിരംകാർ ഈ ആഴ്ച വളരെ സൂക്ഷിക്കണം. അതെന്താ ചേട്ടാ? ഇവർക്ക് മൂത്രത്തിൽ കല്ലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധനനഷ്ടവും ഉണ്ടാകും. ധനനഷ്ടമോ? അതെങ്ങനെയാ? അതായത് ഇവർ ഏതെങ്കിലും ക്ലോസറ്റിൽ പോയി മൂത്രം ഒഴിക്കും. അപ്പം മൂത്രത്തിലെ കല്ല് ക്ലോസറ്റിൽ വീണ് ക്ലോസറ്റ് പൊട്ടും. അപ്പം ക്ലോസറ്റിന് വേണ്ടി കൊടുക്കാൻ ധനം മാറ്റി വെക്കണ്ടേ? അപ്പൊ ഇവര് പറമ്പിൽ പോയി മൂത്രം ഒഴിക്കുന്നതാ നല്ലത്. നല്ലത്, എങ്കിലും കാലിൽ മൂത്രം വീഴാൻ നോക്കണ്ടോ. തിരുവാതിര. ഈ തിരുവാതിര നാളുകാർ പൊതുവെ തിരുവാതിര കളിക്കുന്നവരായിരിക്കുമല്ലോ. അതെ അതെ. ഈ തിരുവാതിരകളിൽ ഉച്ചസ്ഥായി നിൽക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് പെട്ടെന്ന് അടുക്കുന്നത് കൊണ്ട് മുണ്ട് കീറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് പ്രതീതി എന്താ ചേട്ടാ? ആ ഭാഗം പൊത്തിപ്പിടിച്ചാൽ മതി, അറിയില്ല. പിന്നെ ഈ നാളുകാർക്ക് ബുധൻ വ്യാഴത്തിലും വ്യാഴം വെള്ളിയിലും ലഗ്നാധിപൻ ഉത്തരത്തിലും കക്ഷത്തിൽ കുടയും ഇരിക്കുന്നത് കൊണ്ട് കൈ എത്തിച്ച് ഉത്തരത്തിൽ നിന്നും ലഗ്നാധിപനെ എടുക്കാൻ ശ്രമിച്ചാൽ കൂടെ താഴെ വീഴാനും കക്ഷത്തിൽ ചൊറിച്ചിലുണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ കക്ഷത്തിൽ ചൊറിച്ചിലുണ്ടാകുന്നതിന് പരിഹാരം വല്ലതും ഉണ്ടല്ലോ. ഈ നാളുകാരുടെ കക്ഷത്തിൽ ഒരു അവിൽപ്പൊതി തിരികെ കൊടുത്താൽ മതി. അതെന്തിനാ ചേട്ടാ? അല്ല, ഈ നാളുകാരുടെ കക്ഷത്തിൽ ഈ അവിൽപ്പൊതി തിരികെ കൊടുക്കുന്നുണ്ട്. അശ്വതിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല. എന്നാ പിന്നെ അത് അവിടെ ഇരുന്നോട്ട്. ഉണർന്നം. ഇവിടെ വെച്ചോ? എന്തോന്ന്? ഈ പുണരുന്നൊക്കെ ഇവിടെ വെച്ചാണോ? ഉണരുന്ന കാര്യമല്ല പറഞ്ഞത്. പുണർന്നം നക്ഷത്രം. അയ്യോ, സോറി ചേട്ടാ. ഓ, പുണർന്നം നക്ഷത്രക്കാർ കോൾ അടിച്ചിരിക്കുകയാണല്ലോ. എന്തേ? ഈ നാളുകാരുടെ കുടുംബത്തിൽ ശാന്തി കളിയാണ്. അവളെ നിലയ്ക്ക് നിർത്തിയാൽ കുടുംബത്തിൽ ഐശ്വര്യറായി വിളയാണ്. പിന്നെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്തേ? ഈ നാളിലുള്ള ചീട്ടുകളിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അയ്യോ. ഇസ്പേഡ് ആസ് കേതുവിൽ നിൽക്കുന്നത് കൊണ്ട് ഗുലാൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ടും ചീട്ടിറക്കുമ്പോൾ ജോക്കർ കിട്ടാൻ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ഇവർക്ക് മാനസിക പീഡ വരെ ഉണ്ടാവും. എന്താ ഈ മാനസിക പീഡ ചേട്ടാ? അതറിഞ്ഞൂടെ? ഇല്ല. ഈ പാൻ പീഡ, സാദാ പീഡ, സ്വീറ്റ് പീഡ, അതുപോലൊരു പീഡ. ഓഹോ, ഈ പീഡ മാറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ചേട്ടാ? ഉണ്ടല്ലോ. തകിടിലൊരു കോളാമ്പ് ജപിച്ച് ആരെ കെട്ടിക്കൊടുത്താൽ മതി, നല്ല സുഖമായിരിക്കും. ആയില്യം നാളിൽ ജനിച്ചവർ ആ ഇല്ലത്തോ അല്ലെങ്കിൽ ഈ ഇല്ലത്തോ, ഇത് രണ്ടുമില്ലെങ്കിൽ കൊല്ലത്തോ ജനിച്ചവരായിരിക്കും. ഇവരോട് എന്ത് കാര്യം ആയോ എന്ന് ചോദിച്ചാലും ആയില്ല എന്നായിരിക്കും മറുപടി. അയലയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. അയ്യോ, അയല മാത്രമേ കൂട്ടുള്ളൂ ചേട്ടാ? നിർബന്ധിച്ച ചാളയും കഴിക്കും. അത്തം 10 പൊന്നോണം. അത്തം വന്നാൽ പിത്തം ഫലം. അത്തം നാളുകാർ മൊത്തത്തിൽ പിത്തമുള്ളവരായിരിക്കും. 3 ഗുളികൻ നെറുകയിൽ കയറി നിൽക്കുന്നത് കൊണ്ട് അന്യഗ്രഹത്തിൽ സന്താനവർദ്ധനവും സ്വഗ്രഹത്തിൽ ഭാര്യാമർദ്ദനവും ഫലം. അത്തം നാളുകാർ പൊതുവെ അത്തള പുത്തള തവളാച്ച് കളിക്കുന്നവരായിരിക്കും. ഇവർ ചുക്കിലിരിക്കുമ്പം പ്രത്യേകം സൂക്ഷിക്കണം. മറിയം വന്ന് വിളക്കൂതാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷിപ്പ് തീപ്പെട്ടി കരുതുന്നതും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ അണ്ടാതാറാ മാണിക്കോട്ട. എന്താ ചേട്ടാ? അണ്ടാതാറാ മാണിക്കോട്ട എന്ന് വെച്ചാ മനസ്സിലായില്ലേ? ഇതാണോ? ആ, പിന്നെന്താ വിചാരിച്ച്? അടുത്ത നാള് തൃക്കേട്ട. അപ്പൊ ചോദ്യം വിശാഖൊന്നുമില്ലേ? അവർക്ക് ഈ ആഴ്ച പ്രത്യേകിച്ച് ഫലങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ചത്തെ ഫലങ്ങൾ തന്നെ ഫോളോ ചെയ്താൽ മതി. തൃക്കേട്ടക്കാർ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ തിരിച്ചു വന്നിട്ടേ വീട്ടിൽ കയറാറുള്ളൂ. ഇവർ പോകും വഴികളിൽ പുല്ലു മുളയ്ക്കാറില്ല. അതെന്തേ? ഇവർ ടാർട്ട വഴികളിലൂടെയാണ് സാധാരണ പോകാറുള്ളത്. അതുകൊണ്ടാണ്. ഇവർ കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കാത്തവരാണ്.
അതുകൊണ്ട് പിറകിൽ നിന്നും സ്വരാജ് മസ്റ്റ ലോറി ഇടിക്കാനുള്ള ഭാഗ്യം തെളിഞ്ഞു കാണുന്നുണ്ട്. ഇതിന് പ്രതിവിധിയൊന്നുമില്ലേ? ഉണ്ടല്ലോ. ഡെൻലപ്പിന്റെ ഒരു ടയർ ജപിച്ച് ഇവിടെ മുതുകിൽ വെച്ച് കിട്ടിയാൽ ഇടിയുടെ ഫോഴ്സ് കുറയും. എന്താ? ഒരു കത്തുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോഴാണോ തരുന്നത്? ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഭാര്യ കാണൂലേ? ഞാൻ പരിപാടി കഴിഞ്ഞ് പോകുമ്പോ തന്നാ മതി. അയ്യോ, ആ കത്തല്ലേ ഏട്ടാ ഈ കത്ത്. ഈ കത്ത് വേറെ കത്താ. ഓ, എന്റെ ഉള്ളങ്ങ് കത്തിപ്പോയി. അപ്പൊ പിന്നെ ഇതേത് കത്ത്? ഇത് പരിപാടിയിലേക്ക് വന്ന കത്താ. അയ്യേ, വായിക്ക്. പ്രിയപ്പെട്ട ജ്യോതിഷേട്ടാ, ഞാൻ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച 36 വയസ്സുള്ള പൂരുരുട്ടാതി പെൺകുട്ടിയാണ്. പൂരുട്ടാതിക്കാർ മനസ്സിൽ ആദ്യം ഉണ്ടാവുമ്പോ ഉരുണ്ട് കളിക്കുന്ന സ്വഭാവക്കാരാണ്. എന്തായാലും വായിക്ക്. എനിക്ക് 2 കുട്ടികളുണ്ട്, ഒരു ഭർത്താവും. ഞാൻ ജീവിതത്തിൽ സുഖം എന്തെന്നറിഞ്ഞിട്ടില്ല. എന്റെ കല്യാണത്തിന്റെ പിറ്റേന്ന് ഭർത്താവ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോയതാണ്. ഭർത്താവിനെ കാത്തിരുന്ന് എനിക്കിപ്പോ 2 കുട്ടികളായി. അത് ഈ നാളുകാരുടെ പ്രത്യേകതയാണ്. വെറുതെ ഇരുന്ന് എന്തും നേടിയെടുക്കും. കഴിഞ്ഞ മാസം ഭർത്താവ് തിരിച്ചു വന്നു. ഇപ്പോഴാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലാകുന്നത്. വായെടുത്താൽ നുണയും കള്ളത്തരമേ പറയൂ. ആരുടെ മുഖത്ത് നോക്കിയും ഇതൊക്കെ മൈക്ക് വെച്ച് പറയാൻ പോലും ഇയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല. മൈക്ക് വെച്ച് പറയുമെങ്കിൽ ഇയാൾ രാഷ്ട്രീയക്കാരനായിരിക്കും. വായിച്ചേ. ഇയാൾ കള്ളത്തരങ്ങൾ പറഞ്ഞ് പല കുടുംബങ്ങളും വെളുപ്പിച്ചിട്ടുണ്ട്. കൺഫ്യൂഷൻ ആയല്ലോ. കുടുംബങ്ങൾ വെളുപ്പിക്കുമ്പോ വൈറ്റ് വാഷുകാരനായിരിക്കൂ. ചോദ്യയിൽ വൈറ്റ് വാഷുകാരുണ്ടോ? ഉണ്ടാകുമായിരിക്കും. വായിച്ചേ. പാവങ്ങളെ പിഴിഞ്ഞ് കാശുണ്ടാക്കാൻ ഇയാള് ബഹുമെടുക്കനാ. പിന്നെയും കൺഫ്യൂഷൻ ആയല്ലോ. ഇനി ഇയാൾ പിഴിച്ചിലുകാരനാണോ? എനിക്കിനി ഇയാളുമായി ഒരു ദിവസം പോലും ജീവിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോ ഞാൻ വേറൊരാളുമായി സ്നേഹത്തിലാണ്. അയാളുമായി രഹസ്യമായി നാടുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. വളരെ കൃത്യമായ തീരുമാനമാണ് ഭവതി കൈക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം വൃത്തികെട്ടവന്മാരെ ശനിയുടെ ലഗ്നത്തിൽ നൊവേന പള്ളിയുടെ മുന്നിലെ തെണ്ടിയെന്നും ശുക്രന്റെ അപകാരത്തിൽ കള്ളുഷാപ്പിന്റെ മുന്നിലെ പട്ടിയെന്നും വിളിച്ച് ആട്ടിപ്പായിക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഭർത്താവായ തെണ്ടിയുടെ മുഖത്ത് നല്ല ജലദോഷമുള്ള സമയത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് ഒളിച്ചോടുക. ഓടാനുള്ള സ്റ്റാമിന ഇല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു പോവുക. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഈ പുളിവിറക് കത്തിച്ച കനലിൽ പുറകോട്ട് കുനിച്ചു നിർത്തി തലയിൽ അമ്മങ്കുടം വെച്ച് അരയിൽ ഉരൽ കെട്ടിയിട്ടാട്ടി അതിൽ 1.5 കിലോ അരിയിട്ടാട്ടി കഥകളിപ്പദങ്ങൾ പാടിക്കേൽപ്പിച്ച് ദൂരദർശന്റെ 3 സീരിയലുകൾ നിന്ന നിൽപ്പിൽ കാട്ടി കന്നിമാസത്തിൽ പട്ടികൾക്കിടയിൽ 3 ദിവസം കിടത്തി താരാട്ടുപാട്ടി ഉറക്കി മൂലത്തിൽ ലഗ്നം വരുത്തി അതിൽ കുരുമുളക് അരച്ച് പുരട്ടി കീറിയ അപ്പോൾസറി തുന്നിപ്പിടിപ്പിച്ച് മുള്ളുമുലുക്കിൽ അർദ്ധനഗ്നനാക്കി കയറ്റി ഉതുക്കിറക്കണം. തിളപ്പിച്ച ടാറിൽ കിടത്തി ഉറക്കി 3-ാം നാൾ പറിച്ചുയർപ്പിച്ച് വലത്തുകാൽ മേൽപോട്ടുയർത്തി ഈ തള്ളവരിൽ തേങ്ങ പൊതിച്ച് ആ തേങ്ങ തലയിൽ അടിച്ചുടച്ച് സെയിം തേങ്ങയുടെ ചകിരിയെടുത്ത് ചകിരിനാര് മൂക്കിലിട്ട് തുമ്മില്ല എന്നുറപ്പുവരുത്തി കക്ഷത്തിൽ ഇക്കിളിയിട്ട് ചിരിക്കില്ല എന്നുറപ്പുവരുത്തി മുതുകിൽ 2 ഇടിയിടിച്ച് ചുമക്കില്ല എന്നുറപ്പുവരുത്തി ഈ കണ്ണിനങ്ങോട്ട് ചൂണ്ടാണി ഇവരുടെ കുത്തി ചിമ്മില്ല എന്നുറപ്പുവരുത്തി ചെവിട്ടിൽ കതിന നിറച്ച് പൊട്ടിച്ച് കേൾക്കില്ല എന്നുറപ്പുവരുത്തി ഇടത് കൈ കൊണ്ട് കിട്ടുന്ന മുടി കൂട്ടിപ്പിടിച്ച് വലത് കൈ കൊണ്ട് 2 കരണത്തും മാറി മാറി അടിച്ച് റിയാക്ഷൻ ഇല്ല എന്നുറപ്പുവരുത്തി തലയും താടിയും വെള്ളത്തുണി കൊണ്ട് കൂട്ടിക്കെട്ടി മൂക്കിൽ പഞ്ഞി വെച്ച് കാലിലെ തള്ളവരലുകൾ കൂട്ടിക്കെട്ടി പട്ടയടയിലേക്ക് കെട്ടിയെടുക്കുക. ഇത്രയെങ്കിലും ചെയ്യുന്നതാണ് അയാൾ ചെയ്ത തെറ്റുകൾക്കുള്ള പ്രതിവിധി. ചേട്ടാ, ഈ കത്തിലൊരു MP കൂടെ ഉണ്ട്. കത്തിൽ MP-യോ? MLA ആയിരിക്കും. MP MLA ഒന്നുമല്ല, NB. ഓ, NB. വായിക്കൂ. ഞാൻ സ്നേഹിക്കുന്ന ആളിന്റെ കൂടെ പോവുകയാണ്. എന്റെ കുട്ടികളെ എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് അയക്കുന്നു. മിടുക്കി, അങ്ങനെ തന്നെ വേണം. അവൻ അനുഭവിക്കട്ടെ. ആട്ടെ, ഈ കത്തെഴുതിയ ഭൗതികയുടെ സ്ഥലം ഏതാണ്? ചേറ്റുകാൽ. ആഹാ, നമ്മുടെ സ്ഥലമാണല്ലോ. ചേറ്റുകാലിൽ എവിടെയാണ്? പാണക്കാട് PO. അതെന്റെ PO ആണല്ലോ. അവിടെ എവിടെ? ജ്യോതിഷ കുണ്ടലി നിഗൂഢീരം. അതെന്റെ തറവാണല്ലോ. അവിടെ ഇപ്പോ അത് പേരെന്താണ്? സുശീല. നല്ല പരിചയമുള്ള പേര്. ഈ ചേറ്റുകാലിൽ ഓണക്കാട് വിയോയിൽ ജ്യോതിഷ കുണ്ടലിലെ ഉടീരത്തിൽ സുശീലയോ?
അതെന്റെ വൈഫല്യോ. സാറിന്റെ മക്കൾ വരുന്നു. എന്താ മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അമ്മ വേറെ നല്ല അച്ഛന്റെ കൂടെ പോയി ഞങ്ങളോട് കച്ചറ ജ്യോതിഷത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. മക്കളെ ആരാണ് അവൻ? എന്താണ് അവന്റെ പേര്? ആരുടെ പേര്? നിന്റെ അമ്മയും കൊണ്ട് പോയവന്റെ പേര്. ഓ അയാളുടെ